رحمن ساعدني يا رحمن اشرح صدري قرآن املأ قلبي قرآن واسق حياتي قرآن لله لله يهفو آملي لله ولحفظ كتاب. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ അഅല ആണ്. സൂറത്തുൽ അഅലയുടെ ഒന്നാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് രണ്ടാമത്തെ ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ഖലഖ ഫസവ്വ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ. അങ്ങയുടെ അത്യുന്നതനായ റബ്ബിൻ്റെ തിരുനാമം വാഴ്ത്തുക. എങ്ങനെയുള്ള റബ്ബ്? ഇനി ആ റബ്ബിൻ്റെ വിശേഷണമാണ് പറയുന്നത്. അല്ലദീ, എങ്ങനെയുള്ള തമ്പുരാനാണ് അവൻ. ഖലഖ, സൃഷ്ടികർമ്മം നിർവഹിച്ചത് അവനാണ്. ഫസവ്വ, സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തവൻ അല്ലാഹു. ശരിപ്പെടുത്തുകയും ചെയ്തത് അവനാണ്. അപ്പോൾ അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടികർമ്മം നിർവഹിക്കുകയും അത് ശരിപ്പെടുത്തുകയും ചെയ്ത അങ്ങയുടെ റബ്ബിൻ്റെ തിരുനാമത്തെ വാഴ്ത്തുക. ശരിയായി സംവിധാനിക്കുകയും ചെയ്ത, ശരിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ശരിയായി സംവിധാനിക്കുകയും ചെയ്ത അള്ളാഹുവിൻ്റെ നാമത്തെ അങ്ങ് വാഴ്ത്തുക. എല്ലാ സൃഷ്ടികളെയും നല്ല മട്ടത്തിൽ അള്ളാഹു തആല വേണ്ടതുപോലെ ശരിയായ സംവിധാനത്തിൽ സൃഷ്ടിച്ചു പടച്ചു വിട്ടു അല്ലേ. എന്തൊരു കൃത്യമായ സൃഷ്ടിപ്പാണ് നമ്മുടേത്. അതാണ് ഖലഖ ഫസവ്വ. ഖലഖ എന്ന് മാത്രമല്ല പറഞ്ഞത്, എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചു വിട്ടതല്ല. അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും അത് കൃത്യമായി സംവിധാനിക്കുകയും ചെയ്ത അല്ലാഹു തആല. എന്തൊരു കൃത്യമായ സൃഷ്ടിപ്പാണ് നമ്മുടേതൊക്കെ അല്ലേ. പ്രത്യേകിച്ച് മനുഷ്യൻ്റെ കാര്യം എടുത്ത് നോക്കൂ, എല്ലാം കൃത്യമായ അളവിലാണ്. വലിപ്പത്തിൽ, ചേർച്ചയിൽ ഒക്കെ അങ്ങനെയാണ്. കണ്ണ് നിൽക്കേണ്ട സ്ഥലത്താണ് കണ്ണുള്ളത്. കയ്യിൻ്റെ സ്ഥാനത്താണുള്ളത്. കണ്ണെങ്ങാനും നമ്മുടെ വിരലിൻ്റെ തലപ്പത്താണ് ഉണ്ടായിരുന്നത് എങ്കിൽ, പണ്ടൊരാളങ്ങനെ ആലോചിച്ചില്ലേ, ഈ കണ്ണിപ്പോൾ ഇങ്ങനെ എൻ്റെ കയ്യിൻ്റെ തലപ്പത്താണെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഇതിങ്ങനെ വിരലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയാൽ മതി, എന്നാൽ പല ഭാഗത്തും ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കാണാമായിരുന്നല്ലോ. ഇതിപ്പോൾ അങ്ങോട്ട് നോക്കണമെങ്കിൽ ഇങ്ങോട്ട് തിരിയണം, ഇടത്തോട്ട് നോക്കണമെങ്കിൽ ഇടത്തോട്ട് തിരിയണം, പിന്നേക്കാണെങ്കിൽ കാണില്ല. കണ്ണിപ്പോൾ എന്തിനാ ഇവിടെ കൊണ്ടുപോയി വെച്ച് എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എന്തോ ഒരു സംഗതിക്ക് കത്തിയെടുത്ത് എന്തോ ഒരു സാധനം മുറിക്കുന്നതിനിടയിൽ വിരൽ മൊത്തം മുറിഞ്ഞുപോയി എന്ന. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറഞ്ഞുപോയി, കണ്ണ് ഇവിടെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പോൾ അവസ്ഥ. അപ്പോൾ എല്ലാറ്റിൻ്റെയും കൃത്യമായ സ്ഥാനത്താണ് അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അള്ളാഹു തന്നാലേ, നമ്മൾ പറഞ്ഞതല്ലേ. എൻ്റെ കണ്ണ് ഇന്ന സ്ഥലത്ത് വേണം, കാത് ഇന്ന സ്ഥലത്ത് വേണം, ഇങ്ങനെ വേണം എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ബൈ ചോയ്സ് അല്ലല്ലോ അല്ലേ. അള്ളാഹു തആലയുടെ തീരുമാനമാണ് ഇതൊക്കെ, നമ്മുടെ ചോയ്സ് അല്ല ഇതൊന്നും. അള്ളാഹുവാണ് അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയ ആൾ അല്ലേ. നമ്മുടെ കണ്ണുകളൊക്കെ രണ്ട് കണ്ണും ഒരേ ലെവലിലാണ്, കുറച്ച് പൊങ്ങിയിട്ടോ താഴ്ന്നിട്ടോ അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കാണാൻ പേടിയുള്ള രൂപമാകുമായിരുന്നു എന്നാണ്. കുട്ടികൾ മുഖത്തേക്ക് നോക്കാൻ ധൈര്യപ്പെടില്ല. കണ്ണിൻ്റെ പുരുകങ്ങളും പോളകളും ഒക്കെ കൃത്യമായ സ്ഥാനത്താണ്. മൂക്കിൻ്റെ സ്ഥാനം കൃത്യമാണ്. രണ്ട് ചുണ്ടുകൾ, എന്തൊരു വശ്യമാണ് ആ ചുണ്ടിൻ്റെ ആകൃതി അല്ലേ. നമ്മുടെ പല്ലുകൾ വളർന്ന് പുറത്തേക്ക് വരുന്നുണ്ടോ, വളർന്നിങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ടോ. പല്ല് വളരുന്നുണ്ട്, പക്ഷേ അതൊരു സമയമായി നിൽക്കുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് വന്നാൽ അത് ബോറായിരിക്കും. അല്ലാഹു തആല നിർത്തുകയാണ് അതിനെ. അതുപോലെ തന്നെ ചെറിയ കാലത്തുള്ള പല്ലുകൾ അല്ലേ, ഉറപ്പുള്ള പല്ലുകളാകാൻ വേണ്ടി എല്ലാം കൊഴിച്ചു പോയി. പിന്നെ രണ്ടാമത് അല്ലാഹു തആല പുതിയ പല്ലുകൾ തരുന്നു. ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മുടെ അവയവങ്ങളൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ച് ശരിപ്പെടുത്തുന്നത് അല്ലേ. കൃത്യമായി തസ്ബിയത്ത് നടത്തുകയാണ് അല്ലാഹു. നമ്മുടെ ഒരു ഇടപെടലും അതിൻ്റെ ഉള്ളിൽ നടക്കണില്ലല്ലോ. ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ എന്തെങ്കിലും ഇടപെടൽ നടക്കുന്നുണ്ടോ നമ്മുടെ ശരീരം രൂപപ്പെടുത്തുന്നതിൽ? പുറത്തു വരുമ്പോഴോ നല്ലൊരു കുഞ്ഞ്, വിരലിൻ്റെ എണ്ണം കുറവില്ല, കോടിയിട്ട് പോലുമില്ല, ചുണ്ടിന് ചെരിവോ വളവുമില്ല, എല്ലാം കൃത്യമാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ്റെ ഒത്ത നടുവിലാണ് അല്ലാഹു തആല പൊക്കിൽ കൂടി സംവിധാനിച്ചത് എന്നാണ് അല്ലേ. ഗർഭപാത്രത്തിലാവുമ്പോൾ ഭക്ഷണത്തിൻ്റെ കിട്ടാനുള്ള സംവിധാനങ്ങൾക്കുമൊക്കെ അല്ലാഹു തആല സംവിധാനിച്ച കേബിളാണ്. ഭക്ഷണത്തിന് മാത്രമല്ല, ഉമ്മയുടെ മനസ്സുകൂടെ കണക്ട് ചെയ്ത കേബിളാണ് പൊക്കിൽ കൂടി എന്ന് പറയും. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേബിളിനോടും പിന്നെ ഈ ഒരു പൊക്കിൽ കൂടി കടപിടിക്കാൻ ഒരു കേബിളും ഇതിനോട് കടപിടിക്കുകയില്ല എന്നാണ്. ഏത് ഫൈബർ ഒപ്റ്റിക് കേബിളായാലും ശരി, ഏറ്റവും വലിയ കേബിൾ പൊക്കിൽ കൂടി എന്ന കേബിളാണ്. മനസ്സ് കണക്ട് ചെയ്യാൻ വേറെ ഏതെങ്കിലും കേബിളിന് പറ്റുമോ? സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യനെ കൃത്യമായി അളന്നാൽ പൊക്കിൽ കൂടി സെൻറ്ററിലാണ് എന്നാണ്. താഴോട്ടും കൃത്യമായിരിക്കും, മേലോട്ടും കൃത്യമായിരിക്കും.
അപ്പോൾ ആ കണക്ഷൻ എന്നും നിലനിൽക്കണം. പൊക്കിൾ കൊടിയുടെ കണക്ഷൻ, ഉമ്മയുമായുള്ള മാതാപിതാക്കളുമായുള്ള കണക്ഷൻ എന്നും നിലനിൽക്കണം. അതുകൊണ്ടാണ് അത്രേ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊക്കിൾ കൊടി തൂരാത്തത് അതുകൊണ്ടാണ്. തൂര എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നിവരാത്തത് അതുകൊണ്ടാണ്. ശരീരത്തിലെ ഏത് മുറിവും കുഴിയും ഒക്കെ അടഞ്ഞു തൂരുമല്ലോ, പക്ഷേ പൊക്കിളിൻ്റെ കുഴി മാത്രം അതുപോലെ ഉണ്ടാവും. അത് അങ്ങനെ തന്നെ തൂരാതെ നിൽക്കുന്നത്, ആ ഒരു ബന്ധം എന്നും നിലനിൽക്കണം എന്ന ഒരു കൃത്യമായ ഒരു സൂചനയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. കൃത്യമായി സൃഷ്ടിച്ച അല്ലാഹു തആല, ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൃത്യമായ അളവാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് നമ്മുടെ മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അൽ ഇൻസാനുൽ കാമിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയാറ്, പരിപൂർണമായ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ടാപ്പ് പിടിച്ചാൽ എത്രയാണ് കിട്ടുന്നത്, അതാണ് ഒരു മനുഷ്യൻ്റെ കൃത്യമായ അളവ് മാത്രമല്ല, ഒരു പൂർണ്ണ മനുഷ്യനുണ്ടാകേണ്ട സകലതും അവിടുത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട് എന്നതാണ്. സ്വഭാവമാവട്ടെ, ശരീരമാവട്ടെ, ഉയരമാവട്ടെ, തൂക്കമാവട്ടെ, കളറാവട്ടെ, ഇതൊക്കെ ഒരു പരിപൂർണ്ണ മനുഷ്യനുണ്ടാകേണ്ട സകല ഗുണങ്ങളും പരിപൂർണ്ണ രീതിയിൽ ഒത്തുചേർന്നത് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. അവിടുത്തെ സ്വഭാവവും പ്രകൃതവും ഒക്കെ ഈ ദുനിയാവിൽ പലതിലും അല്ലാഹു തആല വെച്ചിട്ടുണ്ട് എന്നാണ്. അതും ഒരു വസ്തുതയാണ്, നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പ്രകൃതമൊക്കെ ഈ ദുനിയാവിൽ പലതിലും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സുബഹിയുടെ മുമ്പുള്ള സമയമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതമുള്ള സമയം, സുബഹിയുടെ മുമ്പുള്ള സമയം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് അവിടുത്തെ പ്രകൃതമുള്ള ദിവസം, ശഅബാനാണ് അവിടുത്തെ പ്രകൃതമുള്ള മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ കളറാണ് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിന് എന്നുവരെ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. അപ്പോൾ എന്തായാലും അല്ലാഹു തആല അള്ളാഹുവിനെ വിശേഷിപ്പിക്കുകയാണ് അല്ലദീ ഖലഖ ഫസവ്വ, കൃത്യമായി സൃഷ്ടിച്ച് സംവിധാനിച്ച ആൾ. ജനനം മുതൽ മരണം വരെ പ്രവർത്തിക്കുന്ന എത്ര ഞരമ്പുകളാണ്, എത്ര കോശങ്ങളാണ്, എത്ര ഞരമ്പുകൾ, വയറുകളാണ്, അല്ലേ, നമ്മുടെ ശരീരത്തിലുള്ളത്. നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പമ്പിങ് സ്റ്റേഷൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാം ബ്രെയിനുമായി കണക്റ്റഡാണ്. അടി മുതൽ മുകൾ വരെ കണക്റ്റഡാണ്. എത്ര വയറുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? എത്രയോ വയറുകൾ, ഒന്നും പരസ്പരം കെട്ടുപടഞ്ഞിട്ട് പണി മുടക്കുന്നില്ല, അല്ലേ? സുബ്ഹാനല്ലാഹ്. ചെറുകുടൽ, വൻകുടൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരിചിതമായ സംഗതികൾ. 7 മീറ്റർ നീളമുള്ള ചെറുകുടൽ, അതുപോലെ തന്നെ വൻകുടൽ, 1.5 മീറ്ററോളം വലിപ്പമുള്ള വൻകുടൽ. നമ്മുടെ ആമാശയത്തിൻ്റെ പ്രവർത്തനം അത്ഭുതമാണ്. ഇറച്ചി കഴിച്ചാൽ നമ്മുടെ ആമാശയം അതിനെ ദഹിപ്പിക്കുന്നു. പക്ഷേ ആ ആമാശയം ഉണ്ടാക്കിയത് മാംസം കൊണ്ടാണല്ലോ, അത് ദഹിച്ചു പോണില്ല. ശ്രദ്ധിച്ചോ ആ പോയിന്റ്? ആമാശയം മാംസം കൊണ്ടാണല്ലോ ഉണ്ടാക്കിയത്, അതിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ആമാശയത്തിലെത്തുന്ന ഇറച്ചിയെ അത് ദഹിപ്പിക്കുന്നു നമ്മൾ മാംസം കഴിക്കുമ്പോൾ. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ ഇൻഫിത്താറിൽ അല്ലാഹു തആല ഈ പോയിന്റ് ചൂണ്ടിക്കാട്ടി വലിയൊരു വിഷയം ചോദിക്കുന്നുണ്ട്. അല്ലദീ ഖലഖ ഫസവ്വ, നമ്മളെ ഈ സൃഷ്ടിച്ച, അതുപോലെ തന്നെ ആ ശരിപ്പെടുത്തിയ ആ സൃഷ്ടിപ്പിൻ്റെ ഭംഗി ചോദിച്ചുകൊണ്ട് അല്ലാഹു തആല സൂറത്തുൽ ഇൻഫിത്താറിൽ നമ്മൾ ചോദിക്കുന്നു, യാ അയ്യുഹൽ ഇൻസാനു മാ ഖറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. അല്ലയോ മനുഷ്യ, മാന്യനായ, എത്രയും ഉദാരനായ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ എന്തേ നീ ശ്രദ്ധിക്കാത്തത്? എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത്? എന്താണ് അള്ളാഹു? എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ച് കൃത്യമായി സംവിധാനിച്ച് ശരിയായ രൂപത്തിലാക്കിയ, അല്ലേ, കൃത്യമായി ക്രമീകരണങ്ങൾ നടത്തിയ, ഇത്രയും നല്ല രൂപത്തിൽ നിന്നെ സംവിധാനിച്ച അള്ളാഹുവിനെ നീ എന്തേ ശ്രദ്ധിക്കാത്തത്? അള്ളാഹുവിൻ്റെ കാര്യത്തിൽ നിനക്ക് എന്തേ തെറ്റുപറ്റിപ്പോയത് എന്ന് ചോദിക്കുകയാണ് അല്ലാഹു തആല. എന്തെങ്കിലും മറുപടി ഉണ്ടോ നമുക്ക്? നമ്മളെങ്ങനെയൊക്കെ സൃഷ്ടിച്ച് വിട്ടിട്ട് അനുസരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇത്രയും കൃത്യമായൊരു ശരീരവും സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അള്ളാഹുവിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ മഹാനന്ദികേടല്ലേ? ഏറ്റവും സൗന്ദര്യമുള്ള സൃഷ്ടിയും മനുഷ്യനാണ് എന്നാണ്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? മനുഷ്യന് വേണ്ടിയാണല്ലോ ബാക്കിയുള്ള സകലതും ഇവിടെ പടക്കപ്പെട്ടത്. മനുഷ്യനേക്കാൾ സൗന്ദര്യം മറ്റൊന്നിനും ഇല്ല എന്നാണ്. പണ്ടൊരു തലാഖ് കേസ് നടന്നതായി നമ്മുടെ കിതാബുകളിലൊക്കെ കാണാം. മൻസൂർ രാജാവിൻ്റെ കാലത്താണ് നടന്നത്. ഈസ ബിൻ മുസൽ ഹാഷിമി എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഭാര്യയെ എന്തായി നന്നായി സ്നേഹിച്ചിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു ഭാര്യയെ എന്നാണ്. അങ്ങനെ ഒരിക്കൽ സ്നേഹം കൂടിയപ്പോൾ മൂപ്പരെന്ത് പറഞ്ഞു? അന്തി താലിഖുൻ സലാസൻ ഇല്ലം തക്കുനി അഹ്സന മിനൽ ഖമരി, ചന്ദ്രനേക്കാളും സൗന്ദര്യം നിനക്കില്ലെങ്കിൽ നിന്നെ 3 തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞു.
കണ്ടീഷൻ എന്താ? ചന്ദ്രനേക്കാളും സൗന്ദര്യം നിനക്കില്ലെങ്കിൽ എന്ന്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പടച്ചോനെ മൂപ്പരും ഞെട്ടിപ്പോയി, അവളും ഞെട്ടിപ്പോയി. ഓള് പറഞ്ഞു, നിങ്ങൾ ഇന്നെ തലാക്ക് ചൊല്ലി മനുഷ്യ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരരുത് കാരണം. സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് നേരെ വെളുത്തപ്പോൾ കാദിൻ്റെ അടുത്ത് കേസെത്തി. മൻസൂർ രാജാവിൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞു. രാജാവ് അവിടുത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാവരും വിളിച്ചുകൂടിയിട്ട് വിഷയം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു തലാക്ക് പോയി, തലാക്ക് സംഭവിച്ചു. ഒരാൾ മാത്രം ആ സദസ്സിൽ മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് മൻസൂർ രാജാവ് ചോദിച്ചു, അല്ല നിങ്ങളെന്തോന്നും മിണ്ടാത്തത്? അദ്ദേഹം മറുപടി പറയുന്നതിന് പകരം ഓതി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഫൽ ഇൻസാനു അഹ്സനുൽ അശ്യാഇ വലാ ശൈഅ അഹ്സനു മിൻഹു. അല്ലാഹു തആല എന്താണ് ഈ സൂറയിൽ പറഞ്ഞത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല രൂപത്തിൽ സൗന്ദര്യത്തോടെ സൃഷ്ടിച്ചിരിക്കുന്നു നമ്മൾ മനുഷ്യനെ. അതിൻ്റെ അർത്ഥം എന്താ? മനുഷ്യനേക്കാളും സൗന്ദര്യമുള്ള വേറെ ഒന്നുമില്ല, ചന്ദ്രനും അത്ര സൗന്ദര്യമില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തലാഖ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, മൂപ്പരെ വിളിച്ചിട്ട്, പിന്നെ ഇപ്പോൾ തലാഖ് പോയിട്ടില്ല, മനസ്സിലായല്ലോ, നിങ്ങൾ ഭാര്യൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ, ഇനി മേലർക്ക് ഇങ്ങനത്തൊന്നും ആവർത്തിക്കരുത്, പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണമെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു എന്നാണ്. അപ്പോൾ ഏറ്റവും സൗന്ദര്യം മനുഷ്യനാണ് അല്ലേ? മനുഷ്യനിൽ തന്നെ ആർക്കാന്നറിയോ? സാന്ദർഭികമായിട്ട് പറയാം, ആണിനാണോ പെണ്ണിനാണോ? നിങ്ങൾ ഇനി ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം നമ്മളോട് ദേഷ്യപ്പെടുന്നു വേണ്ട. ആണിനാണോ പെണ്ണിനാണോ സൗന്ദര്യം കൂടുതൽ? ആണിനാണെന്നാണ്. പെണ്ണിനാണോ സൗന്ദര്യമെന്ന് നമുക്ക് വെറുതെ തോന്നുക. പൂവൻകോഴിക്ക പടക്കോഴിക്ക ചുർക്ക്. പൂവൻകോഴീനെ കാണാനല്ലേ ചുർക്ക്. പക്ഷേ പൂവൻകോഴിൻ്റെ വിചാരം എന്താ? പടക്കോഴിക്ക ചുരുക്കുന്നത്. അതുകൊണ്ടാണ് പിന്നേറെ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആണിന് കൂടുതൽ ഒരുക്കം വേണ്ടാത്തത്. സ്വർണം വേണ്ട, കളർഫുൾ ഡ്രസ്സ് വേണ്ട. പെണ്ണിന് അതൊക്കെ വേണം, കുറേ നേരം വേണം മാറ്റി ഒരുങ്ങാൻ. നമുക്കോ ആ പാൻറ്റും കോട്ടും സൂട്ടും ഇട്ടാൽ തന്നെ എന്ത് ഡ്രസ്സാണ് കാണാൻ അല്ലേ? മനുഷ്യൻ മാത്രമല്ല, സകല സൃഷ്ടികളെയും ഓരോന്നിനും ഇണങ്ങുന്ന രൂപത്തിലാണ് അല്ലാഹു സൃഷ്ടിച്ചത്. കാര്യം കണ്ടിട്ടോ, അങ്ങനെ സാന്ദർഭികമായ ഒരു വിഷയം പറഞ്ഞു എന്ന് മാത്രം. മനുഷ്യനെ മാത്രമല്ല, സകല സൃഷ്ടികളെയും അല്ലാഹു തആല ഓരോന്നിനും ഇണങ്ങുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചത്. ഒട്ടകത്തെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു കഴിഞ്ഞ സൂറത്ത് അല്ലേ? മലകളെക്കുറിച്ച് പഠിച്ചു, ഭൂമിയെക്കുറിച്ച് പഠിച്ചു. എല്ലാ ജീവജാലങ്ങളും ജീവനില്ലാത്തവയും ഒക്കെ അള്ളാഹു പടച്ചത് കൃത്യമായി പടക്കുകയും ഫസവ്വ, അത് കൃത്യമായി സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. ചെറിയ ഉറുമ്പിനുമില്ലേ ഹൃദയവും തലച്ചോറും ആമാശയവും ഒക്കെ? ഈച്ചകൾക്കില്ലേ? എല്ലാറ്റിനും ഇല്ലേ? നമ്മൾ കാണാത്ത എത്ര ജീവികളുണ്ട്? സസൂക്ഷ്മമായ വളരെ ചെറിയ എത്ര ജീവികളുണ്ട്? കൊതുകിന് ഇല്ലേ? കൊതുകിന് നല്ലൊരു സൂചിയൊക്കെ കൊടുത്തിട്ടില്ലേ? എല്ലാറ്റിനും അവനവനക്ക് വേണ്ട, ഓരോന്നിനും വേണ്ട രൂപത്തിലാണ് അല്ലാഹു സൃഷ്ടിച്ചത്. അപ്പോൾ അതാണ് അല്ലദീ ഖലഖ ഫസവ്വ. ഈ ആയത്ത് വളരെ അർത്ഥവ്യാപ്തിയുള്ളതാണ്. നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാലൊന്നും തീരുന്നതല്ല അത്. പക്ഷെ നമ്മുടെ സമയപരിമിതി കൊണ്ട് നമ്മളത് കുറച്ച് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് നമ്മൾ ചിന്തിക്കുക, ഓരോന്നിനെ കുറിച്ചും പഠിക്കുക. മനുഷ്യൻ്റെ ശരീരത്തിലെ പാർട്സുകൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിനല്ലാത്ത സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ഞരമ്പുകൾ, നാഡീവ്യവസ്ഥ, രക്തസംക്രമണ വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, ശ്വാസവ്യവസ്ഥ, ബ്രെയിന്, അതുപോലെ തന്നെ നമ്മളെ ഓരോ ഏരിയകളും, ഈ നാഡീവ്യൂഹത്തിൻ്റെ ആ ഘടകങ്ങളൊക്കെ വളരെ സങ്കീർണമാണ്. അതൊക്കെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ആളുകൾ അതിനൊക്കെ സമയം കണ്ടെത്തി പഠിച്ച് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കി അങ്ങനെ അള്ളാഹുവിനെ അടുത്തറിയാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തആല ഇത്തരം ആയത്തുകളോട് നമ്മളോട് പറയുന്നത് അതാണ്. സുബ്ഹാന സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ. നിങ്ങളൊക്കെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തി ഈ രൂപത്തിൽ പടച്ച അള്ളാഹുവിൻ്റെ നാമത്തെ നിങ്ങൾ വാഴ്ത്തുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 3-ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.